ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും 3 പ്രാവശ്യം അരിച്ച് മാറ്റിവെക്കുക. 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ചേർത്ത് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയതിനു ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റിന്റെയും പാലിന്റെയും മിക്സ് ചേർത്ത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 8 ഇഞ്ച് പാനാണ്. ഇനി ഇതിന് വേണ്ട ഒരു സോസ് ഉണ്ടാക്കാം. അതിനായി 1/2 കപ്പ് ഷുഗർ കാരമൽ ചെയ്യുക. കാരമൽ ചെയ്ത് നല്ല ഗോൾഡൻ കളറായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്യുക. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കുക. ആദ്യം നല്ല കട്ടയായി വരും. അത് പിന്നെ മെൽറ്റായി നല്ല സോസ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനാവശ്യമായ ഒരു പ്രലൈൻ ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം, 1/2 കപ്പ് നട്ട്സ് ഇട്ട് ചെറിയ തീയിൽ വറുത്തെടുക്കുക. അപ്പോഴേക്കും പഞ്ചസാര കാരമലായി വരും. ഇപ്പോൾ പഞ്ചസാര കാരമലായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് മെൽറ്റാക്കുക. ബട്ടർ മെൽറ്റായതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ബട്ടർ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് തണുക്കാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സോസും പ്രലൈനും റെഡിയായിട്ടുണ്ട്. ഈ പ്രലൈൻ ചെറിയ കഷ്ണങ്ങളായി ഒടിച്ച് പൊടിച്ചെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഐസിങ്ങിലേക്ക് പോകാം. അതിനായി 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ചെറിയ കവർ ബൂസ്റ്റും നേരത്തെ ഉണ്ടാക്കി വെച്ച സോസിൽ നിന്നും 2 ടേബിൾ സ്പൂൺ സോസും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റിഫാവുന്ന രീതിയിൽ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായി കേക്ക് 3 ലെയറായി കട്ട് ചെയ്ത് വെക്കുക. ഇത് വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. ഒരു ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ബൂസ്റ്റ് സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്യുക. അതിനുശേഷം ക്രീം വെച്ച് കൊടുക്കുക. ഫില്ലിങ്ങിനായി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രലൈനും സോസുമാണ് കൊടുക്കുന്നത്. അടുത്ത ലെയറും വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ഇങ്ങനെ 3 ലെയറും വെച്ച് കൊടുത്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെക്കുക. പത്ത് മിനിറ്റിന് ശേഷം നല്ല കട്ടിയിൽ തന്നെ ക്രീം ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം.
2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് ഗനാഷും പ്രലൈനും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യുക. ഈ ഗനാഷ് ഉണ്ടാക്കിയിരിക്കുന്നത് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 35 ഗ്രാം വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറുമാണ്. ഇത് 3 ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.